ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ ആൻഡ് വെൽനസ് കോച്ച് അനു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഭരണങ്ങൾ അണിയുന്നതിന് പിന്നിലെ ശാസ്ത്രീയതയെ കുറിച്ചാണ്. നമ്മൾ ഇന്ത്യക്കാർ, എസ്പെഷ്യലി മലയാളികൾ, അടുത്ത കാലം വരെ ഒരുപാട് ആഭരണ ഭ്രമമായി നടന്നിരുന്നവരാണ്. ആഭരണങ്ങൾ സൂക്ഷിക്കാനായി ഒരുപാട് കൊത്തുപണികൾ ചെയ്ത ആമാടപ്പെട്ടികളും നമ്മുടെ എല്ലാവരുടെയും കൈവശം ഉണ്ടായിരുന്നു. ആഭരണങ്ങൾ സൂക്ഷിക്കാനായി ഒരുപാട് കൊത്തുപണികൾ ചെയ്ത ആമാടപ്പെട്ടികളും നമ്മുടെ എല്ലാവരുടെയും കൈവശം ഉണ്ടായിരുന്നു. എന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ആഭരണം ധരിക്കുന്നതിനോ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെതിരെ ഒരുപാട് നവോത്ഥാന നായകന്മാർ പോരാടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1816 ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ മുക്കുത്തി സമരവും 1915 പുലയ രാജാവായ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരവും നടന്നിട്ടുണ്ട്. നമുക്കറിയാം, പൗരാണിക കാലത്ത് ആഭരണങ്ങൾ ധരിച്ചിരുന്നത് ആഡംബരത്തിന്റെയും പ്രൗഢിയുടെയും പ്രതീകമായിട്ടായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ അധികവും ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അഥവാ ധരിക്കുന്നവരാണെങ്കിൽ തന്നെ സിമ്പിളും ലൈറ്റ് വെയ്റ്റുമായ ആഭരണങ്ങളാണ് അധികവും ധരിക്കുന്നത്. നമ്മൾ സാധാരണയായി ആഭരണങ്ങൾ ധരിക്കുന്നത് എവിടെയെല്ലാമാണ്? ചെവികളില്, മൂക്കില്, കഴുത്തിൽ, കയ്യിൽ, കാലിൽ, അരയിൽ, അല്ലെ? എന്നാൽ ഇപ്പോൾ പുരികത്തിലും ചുണ്ടിലും പൊക്കളിലും നല്ല ആഭരണം ധരിക്കുന്നതും ഒരു ഫാഷനായി കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉഷ്ണമേഖലയിൽ പെടുന്നതെന്ന്. അതിൽ തന്നെ കേരളവും തമിഴ്നാടും ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വളരെ അധികമായിരിക്കും. ചൂട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളും പ്രോട്ടീനുകളും ഹോർമോണുകളും എല്ലാം തന്നെ ഡീനേച്ചറായി പോകാനും അതുവഴി ശരീര പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കാനും ഈവൻ മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം തിരിച്ചറിവുള്ളതിനാലാണ് നമ്മുടെ പൗരാണികരെല്ലാം തന്നെ ഓരോ സംസ്കാരങ്ങളുടെയും ഭാഗമായി ആഭരണങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാം, പുരുഷന്മാരെക്കാളും കൂടുതൽ ആഭരണങ്ങൾ അണിയുന്നത് സ്ത്രീകളാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അധികം വരുന്ന ചൂടിനെ ആഗിരണം ചെയ്യുന്നത് വഴി ശരീരത്തിലെ ഹോർമോണുകളുടെയും പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സഹായിക്കുന്നു. മാത്രമല്ല, ഇന്നത്തെ പോലെ ഗ്യാസ് അടുപ്പ്, ഇൻഡക്ഷൻ കുക്കറും ഒന്നുമില്ലാതിരുന്ന പണ്ടുകാലങ്ങളിൽ അടുപ്പിന്റെ അടുത്ത് തന്നെയാണ് അധികം സമയം സ്ത്രീകൾ ചെലവാക്കിയിരുന്നത്. അധികം സമയം തീയോട് ഇടപഴകുന്നതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലെ ചൂട് 37 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങൾ സ്വർണമോ വെള്ളിയോ പ്ലാറ്റിനമോ എന്തുമായിക്കൊള്ളട്ടെ, ഈ ലോഹങ്ങളെല്ലാം തന്നെ വൈദ്യുതിയുടെയും ഊഷ്മാവിന്റെയും നല്ല ചാലകങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. മാത്രമല്ല, ഈ ആഭരണങ്ങൾ ശരീരത്തിലെ സന്ധികളിൽ ഉറഞ്ഞുണ്ടാകുന്ന ഘർഷണം മൂലം അവിടെ ഒരു അക്യുപ്രഷർ രൂപപ്പെടുകയും ആ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. സ്വർണം ധരിക്കുന്നത് ശരീരത്തിലെ രക്തചംക്രമണം കൂട്ടുകയും BP കുറയ്ക്കുകയും സന്ധികളിലെ നീർക്കെട്ട് കുറച്ച് സന്ധിവാതത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ആയുർവേദ പ്രകാരം വാത കഫ ദോഷങ്ങളെ സ്വർണം ബാലൻസ് ചെയ്യുന്നു. ആന്റിമൈക്രോബിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള വെള്ളി ആഭരണങ്ങൾ നമ്മൾ ധരിക്കുന്നത് വഴി ശരീരത്തിലെ അധികമുള്ള ചൂടിനെ വലിച്ചെടുത്ത് അധികം വരുന്ന വൈദ്യുത ഡിസ്ചാർജിനെ ബാലൻസ് ചെയ്യുന്നു. ആയുർവേദ പ്രകാരം പിത്തദോഷത്തെ കുറയ്ക്കാൻ വെള്ളി സഹായിക്കുന്നു. പിത്തവാത ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്ന പ്ലാറ്റിനം നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. മാത്രമല്ല, ശരീരത്തിലെ നീർക്കെട്ടിനെയും അലർജിയെയും ഇത് കുറയ്ക്കുന്നു. സംസാരിച്ചത് ലോഹാഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള ഗുണങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മൾ ചില റിച്വൽസിന്റെ ഭാഗമായി ചില സസ്യങ്ങളുടെ പ്രത്യേക ഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാലകളും ധരിക്കാറുണ്ട്. ഉദാഹരണമായി തുളസിമാല, രുദ്രാക്ഷമാല, കരിങ്കാലിമാല എന്നിവയെല്ലാം അതിൽ പെടുന്നതാണ്. ആന്റിമൈക്രോബിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള വെള്ളി ആഭരണങ്ങൾ നമ്മൾ ധരിക്കുന്നത് വഴി ശരീരത്തിലെ അധികമുള്ള ചൂടിനെ വലിച്ചെടുത്ത് അധികം വരുന്ന വൈദ്യുത ഡിസ്ചാർജിനെ ബാലൻസ് ചെയ്യുന്നു. ആയുർവേദ പ്രകാരം പിത്തദോഷത്തെ കുറയ്ക്കാൻ വെള്ളി സഹായിക്കുന്നു. പിത്തവാത ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്ന പ്ലാറ്റിനം നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. മാത്രമല്ല, ശരീരത്തിലെ നീർക്കെട്ടിനെയും അലർജിയെയും ഇത് കുറയ്ക്കുന്നു. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ലോഹാഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള ഗുണങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മൾ ചില റിച്വൽസിന്റെ ഭാഗമായി ചില സസ്യങ്ങളുടെ പ്രത്യേക ഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാലകളും ധരിക്കാറുണ്ട്. ഉദാഹരണമായി തുളസിമാല, രുദ്രാക്ഷമാല, കരിങ്കാലിമാല എന്നിവയെല്ലാം അതിൽ പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഔഷധങ്ങൾ ഒരുപാടുള്ള സസ്യമാണ് തുളസി എന്നുള്ളത്.
ആയുർവേദ പ്രകാരം തുളസിമാല ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കഫദോഷത്തെ നീക്കം ചെയ്യുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റിവൈറൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള തുളസിമാല ധരിക്കുന്നത് വഴി സ്കിൻ ഡിറ്റോക്സിഫിക്കേഷൻ നടന്ന് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. സ്ട്രെസ് കുറയ്ക്കുന്നത് വഴി ഇൻസോമിയയും കുറയുന്നു. പൊല്യൂഷനിൽ നിന്ന് ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റത്തെയും ന്യൂറോൺ സിസ്റ്റത്തെയും എൻഹാൻസ് ചെയ്യുന്നു. കരിങ്കാലിമാല ധരിക്കുന്നത് നമ്മുടെ എല്ലുകളെ ബലപ്പെടുത്തി BP നോർമലാക്കുന്നു. ആൻസൈറ്റി കുറച്ച് ഏകാഗ്രതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് മൂലാധാര ചക്രത്തിന് വീക്ക്നെസ് ഉള്ളവർ കരിങ്കാലിമാല ധരിക്കുന്നത് നല്ലതാണ്. അടുത്തത് രുദ്രന്റെ അക്ഷം അഥവാ ശിവന്റെ കണ്ണ് എന്നർത്ഥം വരുന്ന രുദ്രാക്ഷമാല ധരിക്കുന്നതിനുള്ള ഗുണങ്ങളാണ്. ആയുർവേദ പ്രകാരം വാതപിത്ത കഫദോഷങ്ങളെ ലഘൂകരിക്കുന്നത് വഴി ഹൃദയത്തെ സംരക്ഷിക്കാനും BP കുറയ്ക്കാനും രുദ്രാക്ഷം സഹായിക്കുന്നു. ബ്രെയിൻ വേവ്സിനെ കുറച്ച് ശരീരത്തിലെ ന്യൂറോൺ സിസ്റ്റത്തെ ശാന്തമാക്കുക വഴി കോർട്ടിസോൾ ലെവൽ കുറയുകയും ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് എന്നിവയിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.